ബംഗാളിൽ നിന്ന് ഭായിമാർ തിരിച്ചു വരില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. BJP ഏതൊക്കെയോ മർക്കട മാർഗങ്ങൾ ഉപയോഗിച്ച്, തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വോട്ടിൽ നിന്ന് വെട്ടിമാറ്റി. വോട്ടേഴ്സ് ലിസ്റ്റ് പോലും തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തലേ ദിവസം മാത്രം ഫൈനലൈസ് ചെയ്ത് വോട്ടിംഗ് മെഷീനിലടക്കം കൃത്രിമം നടത്തി എന്നൊക്കെ പറയുന്നു. വിജയിച്ച BJP എല്ലാവിധ മർദ്ദന മാർഗങ്ങൾ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്ത, അക്രമത്തിലൂടെ ജനാധിപത്യത്തിൽ അധികാരത്തിലെത്താൻ കഴിയാതെ വന്ന് അധികാരം പിടിച്ചെടുത്ത BJP അവിടെ ഇപ്പോൾ തേനും പാലും ഒഴുക്കും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. അവിടുന്ന് ഭായിമാർ ഇങ്ങോട്ട് പോരാൻ തുടങ്ങിയത് തീർച്ചയായും അവിടെ ഇടതുപക്ഷ സർക്കാർ 35 വർഷം നടക്കുന്നൊരു കാലത്താണ് അവർ പോകുന്നത്. അവിടുത്തെ കാർഷിക മേഖലയിൽ വലിയ തകർച്ചയുണ്ടായി, വ്യാവസായിക മേഖലയിൽ തകർച്ചയുണ്ടായി, തൊഴിൽ ലഭ്യത കാര്യമായി കുറഞ്ഞു. ആ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതമാർഗം നിലനിർത്താൻ കിട്ടാവുന്ന വഴി തേടി കേരളത്തിലേക്ക് വന്നവരാണ് ഭായിമാർ. ബംഗാളിൽ നിന്ന് മാത്രമല്ല, ബംഗാളിൽ നിന്ന്, അസ്സാമിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും, UP യിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ വന്നിട്ടുള്ളവർ കുറേ പേർ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ പോയത് തന്നെ ചില പ്രത്യേക സാഹചര്യത്തിലാണ്. വോട്ട് ചെയ്തില്ല എങ്കിൽ റേഷൻ കാർഡ് ഉണ്ടാവില്ല എന്ന ഭീഷണി വന്നിട്ടൊക്കെ പോയവരാ. അങ്ങനെ പോയവർക്ക് തിരിച്ചു വരാതിരിക്കാനൊന്നും കഴിയില്ല. കാരണം ഒരു ബദൽ ജീവിതമാർഗം അവിടെ ഉണ്ടാകും എന്നുറപ്പില്ല. മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നൊരു കാര്യം, അവിടെ വരുന്ന ആളുകൾക്കൊക്കെ 5,000 രൂപ വെച്ച് മാസം കൊടുക്കും, അങ്ങനെ അവരെ നിലനിർത്തും എന്നൊക്കെയാണ്. പക്ഷേ ബംഗാളിൻ്റെ സാമ്പത്തിക സ്ഥിതി, വ്യാവസായിക കാർഷിക മണ്ഡലങ്ങൾ വികസിപ്പിക്കാതെ, വ്യാപാര മണ്ഡലങ്ങൾ വികസിപ്പിക്കാതെ അവിടെ ഈ ഭായിമാർക്ക് ജോലി കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് തിരിച്ചു വരികയല്ലാതെ വഴിയൊന്നുമില്ല. ബംഗാൾ അവർക്ക് സ്വർഗമായി മാറും എന്ന പ്രതീക്ഷയും എനിക്കില്ല.